ഇത് ബാർ ചാർട്ടിലെ തന്നെ SSC കോൺസ്റ്റബിളിൽ 2011 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് the following bar diagram represents the use of different modes of travel to school by students in a certain locality. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിൽ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്ന ഡിഫറൻസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ സൈഡിൽ നോക്കിയാൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 10 സ്റ്റുഡൻസ് ആണ്, വിച്ച് മീൻസ് ഇവിടെ നോക്കുമ്പോൾ കാർ യൂസ് ചെയ്യുന്നത് 6 യൂണിറ്റ്സ് ആണെങ്കിൽ ദാറ്റ് ഇസ് 60 യൂണിറ്റ്സ് ആയിരിക്കും ഈ കാറ് 60 സ്റ്റുഡൻസ് ആണ് ഈ കാറ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്റ്റുഡൻസ് ആർ കമ്മിങ് ഫ്രം ദാറ്റ് ലൊക്കാലിറ്റി? ഹൗ മെനി സ്റ്റുഡൻസ് ആർ കമ്മിങ് ഫ്രം ദാറ്റ് ലൊക്കാലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ബാർസിന്റെയും ടോട്ടൽ എടുക്കണം. ഓക്കെ, സോ നമുക്ക് കാറിൽ എത്ര പേര് വരുന്നുണ്ട്? എക്സാക്ട്ലി 6. ഓക്കെ, സോ 6 പ്ലസ് ബസ്സിൽ it is somewhere around 15 plus ini moped la it is around 11 plus bicycle around 18. ഇനി റിക്ഷാല് it is like 16. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇതൊക്കെ ടോട്ടൽ ചെയ്താൽ 6 ഇത് രണ്ട് ആഡ് ചെയ്താൽ 6 3s are 18 plus 8 it is 26. so 2 carried up 3 4 5 6, so it is 66 units ആണ്. okay, which means it is 66 into 10, so the answer should be 660 students. okay, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാ, how many students use bicycle and rickshaw combined? okay, so I'm taking another color. ബൈസൈക്കിൾ ആൻഡ് റിക്ഷ കമ്പൈൻ. ബൈസൈക്കിൾ എത്ര പേരാണ്? നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 18. സോ ബൈസൈക്കിൾ 18 യൂണിറ്റ്സ് ആണ് കേട്ടോ എല്ലാം. ഇനി റിക്ഷ വന്നിട്ട് എവിടെയാ റിക്ഷ? 16 യൂണിറ്റ്സ്. സോ ദ ടോട്ടൽ ഇസ് 34 units. So 34 units in the sense it is 34 into 10, 340. okay, അടുത്ത question, what percentage of students are using bus from that locality? okay, so ചോദിച്ചിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. ആദ്യം നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വന്നിട്ട് 660 ആണ്. ഓക്കെ, ഇതിൽ എത്ര പേര് ബസ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കണം. സോ ബസ് യൂസ് ചെയ്യുന്നത് 15 യൂണിറ്റ്സ് ആണ്, വിച്ച് മീൻസ് 15 into 10. ഓക്കെ, സി ഇതിൽ നിങ്ങൾ ടോട്ടൽ ഈ 66 എടുത്താലും മതി, ഈ 15 എടുത്താലും മതി. ഓക്കെ, സോ പെർസെൻറ്റേജ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 100. സോ ഈ 0 ക്യാൻസൽ, 3 5s are 15 and this is 22 times. so ഇത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 11 times 50, so that becomes 250 by 11. so 11 25 എത്ര ടൈംസ് പോകും? 2, ബാലൻസ് 3. so 3ൽ പറയുമ്പോൾ again 2 times it is 22. the remaining is 8 by 11. okay, so ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടാന്ന് നോക്കാം നമുക്ക് ഓപ്ഷനിൽ. 22 8 by 11. yes, we have. so this is the answer. അടുത്ത question, what is the ratio of the students using their means of transport as car with those using rickshaw? so ratio of car is to rickshaw. അപ്പോൾ കാറിന്റെ എത്രയാ?
6 units is to rickshaw is, hold on, yes, rickshaw is 16 units. Okay, rickshaw 16 units. So ഇതിന്റെ ratio നോക്കുമ്പോൾ 2 3s are 8s, so it is 3:8. Okay, so this is the answer.